യുധിഷ്ഠിരനെ ജനങ്ങൾ പ്രകീർത്തിക്കുന്നത് ദുര്യോധനന് സഹിച്ചില്ല. ഇക്കണക്കിന് പോയാൽ തനിക്കും തന്റെ സഹോദരന്മാർക്കും ഹസ്തിനപുരിയിൽ യാതൊരു അവകാശവും ഇല്ലാതെ വരും. അതിനൊരു പരിഹാരം കണ്ടെത്താൻ ദുര്യോധനൻ തന്റെ അമ്മാവനായ ശകുനിയെ സമീപിച്ചു. വാരണാവത ഗ്രാമത്തിലെ ഉത്സവം കാണണമെന്നുള്ള പാണ്ഡവരുടെ ആഗ്രഹം മറയാക്കി അവരെ ഹസ്തിനപുരിയിൽ നിന്നകറ്റി ഉന്മൂലനാശനം വരുത്തുക എന്ന പദ്ധതിക്ക് ദുര്യോധനനും ശകുനിയും ചേർന്ന് രൂപകൽപ്പന നൽകി. വാരണാവതത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ പാണ്ഡവർ ആ സ്ഥലം സന്ദർശിക്കുവാൻ താൽപര്യം പ്രകടിപ്പിച്ച ഉടൻ ധൃതരാഷ്ട്രർ അവർക്ക് അനുമതി നൽകി. വാരണാവതത്തിൽ ചെല്ലുമ്പോൾ പാണ്ഡവർക്ക് താമസത്തിന് ഒരു കൊട്ടാരം പണിയാൻ ധൃതരാഷ്ട്രവും ദുര്യോധനനും കൂടി ആലോചിച്ച് പുരോചനൻ എന്ന ശില്പിയെ ഏർപ്പാട് ചെയ്തു. പിതാവിൻ്റെയും പുത്രന്റെയും കുടിലബുദ്ധി നിഷ്കർഷിച്ചതനുസരിച്ച് അരക്ക്, ചെഞ്ചല്യം തുടങ്ങിയ എളുപ്പം ആളിക്കത്തുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ധൃതരാഷ്ട്രരുടെ വിശ്വസ്ത ശില്പി പുരോചനൻ കൊട്ടാരത്തിന്റെ പണി ഭംഗിയായി പൂർത്തിയാക്കി. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്കും കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കളുടെ രഹസ്യം കണ്ടെത്താൻ കഴിയാത്ത വിധമായിരുന്നു പുരോചനന്റെ നിർമ്മാണം. ഭീഷ്മർ, വിതുരർ, മറ്റ് ആചാര്യന്മാർ ഇവരോടെല്ലാം യാത്ര പറഞ്ഞ് മാതാവ് കുന്തിയും ഒരുമിച്ച് പാണ്ഡവർ വാരണാവതത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ അവർക്കായി പണിത മണിമാളികയിൽ അപകടം പതിയിരിക്കുന്നുണ്ടെന്ന വിവരം വിതുരർ ധർമ്മപുത്രർക്ക് സൂചന നൽകിയിരുന്നു. വാരണാവതത്തിൽ ചെന്ന പാണ്ഡവരെ സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് ആനയിക്കാൻ ശില്പിയായ പുരോചനൻ മുൻപന്തിയിലുണ്ടായിരുന്നു. അത് ശരിക്കും ഒരു അരക്കില്ലം തന്നെയാണെന്ന് ബോധ്യമായെങ്കിലും അത് പ്രകടിപ്പിക്കാതെ പുരോചനന്റെ കരവിരുതിനെ പ്രശംസിച്ചു. വാരണാവതത്തിലെ അരക്കില്ലത്തിൽ നിന്ന് പാണ്ഡവർക്കൊരു രക്ഷാമാർഗം പണിയാൻ തുരങ്കം നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധനായ ഒരു ശില്പിയെ വിതുരർ രഹസ്യമായി പാണ്ഡവരുടെ അടുക്കിലേക്ക് അയച്ചു. അരക്കില്ലത്തിൽ നിന്നും തൊട്ടടുത്തുള്ള വനപ്രദേശത്തേക്ക് ഏതു നിമിഷവും രക്ഷപ്പെടാൻ കഴിയുന്ന രീതിയിൽ ഒരു തുരങ്കം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ ശില്പി തീർത്തുകൊടുത്തു. ഒരു ദിവസം രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ദുര്യോധനന്റെ ആൾക്കാർ അരക്കില്ലത്തിന് തീവച്ചു. വിതുരർ പറഞ്ഞയച്ച ശില്പി പണിത രക്ഷാമാർഗത്തിലൂടെ രഹസ്യമായി കുന്തിയും പാണ്ഡവരും വനപ്രദേശത്ത് എത്തിച്ചേർന്നു. എന്നാൽ അന്ന് രാത്രി ഒരു കാട്ടാള സ്ത്രീയും അവരുടെ 5 മക്കളും ഭക്ഷണം ആവശ്യപ്പെട്ട് അരക്കില്ലത്തിലെത്തിയിരുന്നു. ഭക്ഷണശേഷം അവർ അരക്കില്ലത്തിൽ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു. ആ കാട്ടാള സ്ത്രീയും അവരുടെ 5 മക്കളും പുരോചനനും അരക്കില്ലത്തോടൊപ്പം കത്തിച്ചാമ്പലായി. വാരണാവതത്തിലെ ഉത്സവം കാണാൻ പോയ കുന്തിയും 5 മക്കളും അഗ്നിക്കിരയായെന്ന് ഹസ്തിനപുരിയിൽ കേട്ടപ്പോൾ പൗരാവലി വാവിട്ട് കരഞ്ഞു. ധൃതരാഷ്ട്രവും കൗരവരും ദുഃഖം അഭിനയിച്ചു. കത്തിക്കരിഞ്ഞ കാട്ടാള സ്ത്രീയുടെയും 5 മക്കളുടെയും മൃതശരീരങ്ങൾ കണ്ട് കുന്തിയുടെയും പാണ്ഡവരുടെയും മരണം നടന്നുവെന്ന് ഉറപ്പുവരുത്തിയ കൗരവർ ശേഷക്രിയകൾ ഭംഗിയായി നടത്തി.